തെറാപ്പി, കൗൺസിലിംഗ്, കൺസൾട്ടിംഗ്, കോച്ചിംഗ്, നിങ്ങൾക്ക് ഏതാണ് വേണ്ടത്? നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഇത്തരം വാക്കുകൾ പലരും ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. കാരണം ഒരുപാട് പേർക്ക് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ക്ലിയർ അല്ല. ഈ കൺഫ്യൂഷൻ കാരണം പലരും തെറ്റായ സപ്പോർട്ട് തിരഞ്ഞെടുക്കുന്നു. പലരും സപ്പോർട്ട് വേണമെന്ന് അറിഞ്ഞിട്ടും അത് തേടാതെ പോകുന്നു. ജീവിതം മാറ്റാൻ സഹായിക്കുന്ന റൈറ്റ് സപ്പോർട്ട് അത് കൺഫ്യൂഷൻ കാരണം കൈവിട്ടു പോകുന്നു. അതുകൊണ്ട് തന്നെ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇതിലേതാണ് എപ്പോഴാണ് വേണ്ടത് എന്നുള്ള വ്യത്യാസം മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. കാരണം ഇവയെല്ലാം നമ്മുടെ ലൈഫ്, വെൽബീയിങ്, ഗ്രോത്ത്, സപ്പോർട്ട് എന്നിവയുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷേ ഡോക്ടറും ട്രെയിനറും ഒന്നല്ലല്ലോ. അതുപോലെ തന്നെ തെറാപ്പിസ്റ്റും കോച്ചും ഒരുപോലെയല്ല. പാസ്റ്റ് എക്സ്പീരിയൻസ്, മനസ്സിൽ മുറിവായി കിടക്കുന്ന ചില സംഭവങ്ങൾ, ട്രോമ എന്നിവ ഹീൽ ചെയ്ത് മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന പ്രോസസ്സാണ് തെറാപ്പി. കഴിഞ്ഞ കാലത്ത് സംഭവിച്ച ചില കാര്യങ്ങൾ ഇന്നത്തെ ജീവിതത്തെ ബാധിക്കുമ്പോൾ അത് മനസ്സിലാക്കി പ്രോസസ്സ് ചെയ്ത് മുന്നോട്ട് പോകാൻ തെറാപ്പി സഹായിക്കുന്നു. ജീവിതത്തിലെ പ്രസന്റ് ചാലഞ്ചസിനെ ബെറ്ററായി ഹാൻഡിൽ ചെയ്യാൻ അല്ലെങ്കിൽ ബെറ്ററായി നാവിഗേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സപ്പോർട്ടീവ് പ്രോസസ്സാണ് കൗൺസിലിംഗ്. ചില പ്രശ്നങ്ങൾക്ക് ഇമോഷണൽ സപ്പോർട്ട് അല്ല വേണ്ടത്, പകരം എക്സ്പെർട്ടീസാണ്. അത്തരം സിറ്റുവേഷൻസിൽ എക്സ്പീരിയൻസ് ബേസ്ഡ് അഡ്വൈസും പ്രാക്ടിക്കൽ സൊല്യൂഷൻസും നൽകുന്ന ഒരു പ്രോസസ്സാണ് കൺസൾട്ടിംഗ്. ഇവിടെ ഫോക്കസ് ഒരു പ്രശ്നത്തിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തുന്നതിലാണ്. കോച്ചിങ് ബ്രോക്കണായ ആളുകൾക്ക് മാത്രമുള്ളതല്ല. പലർക്കും ജീവിതം പുറത്തേക്ക് ഓക്കെ ആയി തോന്നാം, ബട്ട് ഉള്ളിൽ സ്റ്റക്കായി ഫീൽ ചെയ്യും. കോൺഫിഡൻസ് കുറവാവാം, ഡയറക്ഷൻ ക്ലിയർ അല്ലാതിരിക്കാം, റിപ്പീറ്റഡ് പാറ്റേൺസ് ഉണ്ടാവാം, പൊട്ടൻഷ്യൽ ഉണ്ടെന്നറിയാം പക്ഷേ മൂവ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാവാം. ചിലപ്പോൾ സ്ട്രെസ് ഉണ്ടാകാം, കാരണം എന്ത് ചെയ്യണം എന്ന ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടാവാം. ചിലപ്പോൾ റിലേഷൻഷിപ്പ് ഇഷ്യൂ ആകാം, കാരണം കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ബൗണ്ടറീസ് ക്ലിയർ അല്ലാത്തത് കൊണ്ടാവും. ചിലപ്പോൾ കഴിവുണ്ടെങ്കിലും സെൽഫ് ഡൗട്ട് കാരണം മുന്നോട്ട് പോകാൻ കഴിയാതെ ഇരിക്കാം. അത്തരം സാഹചര്യങ്ങളിൽ കോച്ചിങ് വളരെ പവർഫുൾ സപ്പോർട്ടാണ്. അതായത് കോച്ചിങ് സെൽഫ് അവെയർനെസ്, ക്ലാരിറ്റി, കോൺഫിഡൻസ്, ഇമോഷണൽ ഗ്രോത്ത്, അക്കൗണ്ടബിലിറ്റി, ആക്ഷൻ, പ്രോഗ്രസ് എന്നിവയ്ക്ക് സഹായിക്കും. ഇവിടെ ഫോക്കസ് നമ്മുടെ പൊട്ടൻഷ്യൽ അൺലോക്ക് ചെയ്ത് ബെറ്റർ ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്യുന്നതിലാണ്. ഒരേ വിഷയം പല മേഖലകളിലും വരാം. ഫോർ എക്സാമ്പിൾ, സ്ട്രെസ് എന്ന വാക്ക് കൗൺസിലിങ്ങിലും കോച്ചിങ്ങിലും ഉണ്ട്. അപ്പോൾ സ്ട്രെസ്സിൻ്റെ നേച്ചർ അതെന്താണ് എന്നുള്ളതിലാണ്. ഇപ്പോൾ ആ വ്യക്തിക്ക് ഏത് തരത്തിലുള്ള സപ്പോർട്ടാണ് വേണ്ടത് എന്നതിലാണ് കാര്യം. അതുകൊണ്ട് ലേബൽ നോക്കി തിരഞ്ഞെടുക്കേണ്ടതില്ല. പകരം ഇപ്പോൾ എനിക്ക് ഹീൽ ചെയ്യണോ, ബെറ്ററായി ഹാൻഡിൽ ചെയ്യണോ, സൊല്യൂഷൻ വേണോ, അല്ലെങ്കിൽ ഗ്രോ ചെയ്യണോ? ഈ ചോദ്യം ചോദിച്ചാൽ ശരിയായ ഡയറക്ഷൻ കൂടുതൽ വ്യക്തമാവും.